ഡെവലപ്പേഴ്സിന്റെ ഇടയിൽ പോപ്പുലർ ആയിട്ടുള്ള AI ടൂൾ ഏതാന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി എല്ലാവരും പറയാൻ പോകുന്നത് ക്ലോഡ് കോഡ് തന്നെയായിരിക്കും അല്ലേ. ഇപ്പൊ കോഡിംഗ് ഏജൻസിന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും വൺ ഓഫ് ദ ബെസ്റ്റ് ടൂള് ഇത് തന്നെയാണ്. പക്ഷെ ഇതിന്റെ മെയിൻ പ്രോബ്ലം എന്താ, നമ്മൾ ഒരു സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഒരു സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു API പ്രൈസിംഗ് ആണ്. ഇപ്പം കൂടുതൽ പേരും സബ്സ്ക്രിപ്ഷൻ എടുത്ത് യൂസ് ചെയ്യുമ്പോൾ മിനിമം ഒരു $20 പാക്കേജ് ആയിരിക്കും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക. ഒരു ഇയർലി കണക്കൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മളൊരു 20,000+ റുപ്പീസ് ഇതിനു വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെ ക്ലൗഡ് കോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഒരു രൂപ പോലും സ്പെൻഡ് ചെയ്യാതെ യൂസ് ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു സബ്സ്ക്രിപ്ഷന്റെയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെയോ ഒന്നും ആവശ്യമില്ല. ഹിഡൻ ആയിട്ടുള്ള ഒരു ചാർജസ് നമ്മൾ ഇതിന് സ്പെൻഡ് ചെയ്യേണ്ട. സോ ഒരു ചെറിയ ട്രിക്കാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ API കോസ്റ്റ് വേണ്ട. അപ്പൊ നമ്മൾ വിചാരിക്കും കൂടുതൽ പേരും ക്ലൗഡ് കോഡ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ലോക്കൽ മോഡൽസ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ക്ലൗഡ് കോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന മെത്തേഡ് പ്രീവിയസ്ലി ഒത്തിരി പേര് ഡിസ്കസ് ചെയ്തിട്ടും യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷെ അതല്ല ഞാൻ പറയാൻ പോകുന്നത്. അവിടുത്തെ പ്രശ്നം എന്താ, ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് ഒലാമ മോഡൽ എടുക്കാം. അത് ക്ലൗഡ് കോഡിന് ആപ്റ്റ് ആവുന്ന ഒരു മോഡൽ നമ്മൾ ഒലാമ നമ്മൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ഹൈ സ്പെക്ക് നമ്മുടെ സിസ്റ്റം ഡിമാൻഡ് ചെയ്യും. അപ്പം എന്റെ സിസ്റ്റത്തിലൊക്കെ ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഒട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഡൗൺലോഡ് ചെയ്ത് റൺ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും എന്റെ സിസ്റ്റത്തിന്റെ നിലവിലുള്ള ഒരു സ്പെക്ക് അതിന്റെ റിക്വയർമെന്റിന് മീറ്റ് ആവാതെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റോപ്പ് ആയി പോയി. സോ നിങ്ങൾക്ക് ഇതുപോലെ ലോക്കൽ മോഡൽസും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സിമ്പിൾ ഒരു ഫ്രീ API കീ നമ്മൾ ജനറേറ്റ് ചെയ്യും. അത് യൂസ് ചെയ്തിട്ടാണ് ഫ്രീ ആയിട്ട് നമ്മൾ ഈ ഒരു ക്ലൗഡ് കോഡ് റൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന മോഡൽ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ NVIDIAന്റെ തന്നെ നെമോട്രോൺ 3 അൾട്ര 50 ബില്യൺ പാരാമീറ്റർ മോഡൽ കാണിച്ചു തരാം. കോഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു 2-3 മോഡൽസും കൂടെ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പൊ ഒരു നെമോട്രോൺ മോഡലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ലോകത്തിലെ അത്യാവശ്യം വലിയ ഡെവലപ്പേഴ്സ് എല്ലാം ഒരു പെർ വീക്ക് 899 ബില്യൺ ടോക്കൺ യൂസേജ് ഇതിന് മേലെ വരുന്ന അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു മോഡലാണിത്. ഇനി വേറൊരു കാര്യം നമ്മളിപ്പോ സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഫ്രീ ആയിട്ടുള്ള മോഡലാണല്ലോ ഇതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒരു മോഡൽ റൊട്ടേഷൻ വരുന്നുണ്ട്. അതായത് നമുക്ക് പണി കിട്ടാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡൽ മേ ബി ഒരു 2 to 3 മന്ത് കഴിയുമ്പോഴത്തേക്കും പെയ്ഡ് വേർഷനിലേക്ക് മാറും. സോ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ബാക്കപ്പിന്റെ ആവശ്യമുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം കിടിലനായിട്ടുള്ള 2 ബാക്കപ്പ് മോഡൽസും കൂടെ നമ്മൾ കാണിക്കുന്നുണ്ട്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഒരു ക്ലൗഡ് കോഡ് നമുക്ക് ഫ്രീ ആയിട്ട് സെറ്റ് ചെയ്യാമെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. സോ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അനു എന്നാണ്. ഇതുപോലുള്ള ടെക് വീഡിയോസ് ആണ് നമ്മൾ ഈ ഒരു ചാനലിൽ ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് കമൻറ്റിലൂടെ ചെയ്തേക്കുക കേട്ടോ. ഇനി ഒരു ചെറിയൊരു റിയാലിറ്റി കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഒരു സെറ്റപ്പിലേക്ക് പോകാം. യാഥാർത്ഥ്യത്തിൽ ഈ ക്ലൗഡ് കോഡ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ CLI അല്ലെങ്കിൽ ഒരു ടെർമിനൽ ടൂൾ മാത്രമാണ്. ഇതിന്റെ ബാക്ക് എൻഡിൽ ഇപ്പൊ ആന്ത്രോപ്പിക്കൽ അവൈലബിൾ ആയിരിക്കുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള API മോഡൽസ് കൂടാതെ സെയിം പ്രോട്ടോകോളിലുള്ള ഏത് APIയിലേക്ക് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ഇപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ബെറ്റർ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് ഫ്രീ മോഡൽസ് അവൈലബിൾ ആണ്. എസ്പെഷ്യലി നിങ്ങളൊരു സ്റ്റുഡൻസ് ആണ് അതല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റ് ഒക്കെ ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് യൂസ്ഫുൾ ആയിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഓപ്പൺ റൗട്ടർ ആണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇത് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഫ്രീ API കീ ജനറേറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു ഓപ്പൺ റൗട്ടറിൽ നോക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് 300+ മോഡൽസ് ഇവരുടെ ഒരു സൈറ്റിൽ അവൈലബിൾ ആണ്. ഓപ്പൺ റൗട്ടറിനെ പറ്റി നമ്മൾ ഇതിനു മുന്നേ വീഡിയോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ മേ ബി ഓൾറെഡി കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് ഒരുപാട് പേര് ഇപ്പോൾ ക്ലൗഡ് കോഡ് ആണെങ്കിലും അതർ AI ടൂൾസ് ആണെങ്കിലും കണക്ട് ചെയ്യാറുണ്ട്. സോ ഇതിനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ ക്ലൗഡ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാപ്റ്റേഴ്സ് കൊടുത്തേക്കാം. ഓൾറെഡി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റിലേക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്ലോബലി നമ്മുടെ സിസ്റ്റത്തിൽ ഈ ഒരു ക്ലൗഡ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ കമാൻഡ് യൂസ് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റിലും ഞാനിത് പിൻ ചെയ്ത് വെച്ചേക്കാം. ഗ്ലോബലി നമ്മുടെ സിസ്റ്റത്തിൽ ഒരു സിംഗിൾ കമാൻഡ് യൂസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഓൾമോസ്റ്റ് ഒരു 2 to 3 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഇത് ഇൻസ്റ്റാൾ ആയി കിട്ടും കേട്ടോ. വൺസ് നിങ്ങൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
അല്ലെങ്കിൽ നിങ്ങൾ എന്നെപ്പോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എൻവറോൺമെന്റ് വേരിയബിൾസ് സെറ്റ് ചെയ്യുമല്ലോ. അപ്പം സെയിം വേയിൽ തന്നെ, അതായത് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബിൻ ഫോൾഡറിന്റെ അകത്ത് ക്ലോഡ് ഇഎക്സി ഫയൽ കണ്ടുപിടിക്കണം. മെയിൻലി നമ്മുടെ സി ഫോൾഡറിൽ യൂസേഴ്സ് ഫോൾഡറിന്റെ അകത്ത് നമ്മുടെ യൂസർ നെയിം എന്താണോ അതിൻ്റെ അകത്ത് അപ്പാച്ചി ആപ്ലിക്കേഷൻ ഡാറ്റയിൽ ലോക്കലിൽ ഉണ്ടാവും ക്ലോഡ് ഫോൾഡറിന്റെ അകത്ത്. അപ്പൊ അതെടുത്തിട്ട് എൻവറോൺമെന്റ് വേരിയബിൾസ് എടുക്കുക. നമ്മൾ എൻവറോൺമെന്റ് വേരിയബിൾസിനെ സാധാരണ എഡിറ്റ് ചെയ്യുള്ളൂ സിസ്റ്റം വേരിയബിൾസിൽ നിന്ന്. പാത്ത് എഡിറ്റ്, ഈ ഒരു പുതിയ പാത്ത് വേരിയബിൾ എടുത്തിട്ട് ഈ ഒരു പുതിയ പാത്തും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. വൺസ് ഈ ഒരു രണ്ട് സ്റ്റെപ്പും, അതായത് ഇൻസ്റ്റാളേഷനും എൻവറോൺമെന്റ് വേരിയബിൾസും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോഡ് കോഡ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. വൺസ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോഡ് വേർഷൻ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലോഡിന്റെ വേർഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലോഡ് നമ്മൾ സക്സസ്ഫുൾ ആയി. ഇനി അടുത്ത സ്റ്റെപ്പ്, ഞാൻ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഓപ്പൺ റൗട്ടർ ആണ് നമ്മൾ API കീക്ക് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഓപ്പൺ റൗട്ടറിന്റെ ഒരു ഒഫീഷ്യൽ സൈറ്റിൽ പോകുക. എഗെയിൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. openrouter.ai എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈറ്റിൽ നിങ്ങൾ ആക്സസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഒന്നെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടോ അല്ലെങ്കിൽ ഇമെയിലോ ഗിറ്റ്ഹബ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് സൈൻ അപ്പ് ചെയ്യുക കേട്ടോ. വൺസ് സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ API കീ ജനറേറ്റ് ചെയ്യണം. അതിന് ഗെറ്റ് API കീ എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി ഞാൻ 2-3 API കീസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ന്യൂ കീ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ കീക്ക് നെയിം കൊടുക്കുക. ഞാൻ ജസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ API കീ കിട്ടും. ഇത് നിങ്ങൾ കോപ്പി ചെയ്ത് വെച്ചേക്കുക. ലേറ്റർ നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് കീ കിട്ടില്ല. സോ നമുക്ക് ലേറ്റർ ആവശ്യമുള്ളതുകൊണ്ട് ഇത് നമ്മൾ കോപ്പി എടുത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ പ്രീവിയസ് വീഡിയോസിലൊക്കെ പറയുന്ന പോലെ API കീ എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്വേഡ് പോലെയാണ്. സോ നിങ്ങൾ ഒരിക്കലും പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്യാൻ പാടില്ല. ഞാൻ വൺസ് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു API കീ ഡിലീറ്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഗിറ്റ്ഹബിലേക്ക് എവിടേക്കും നിങ്ങൾ ഇത് കമ്മിറ്റ് ചെയ്യാനും പാടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ API കീ എന്താ പറയാ നമ്മുടെ സിസ്റ്റത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ഒരു മോഡൽ വേണമല്ലേ. അപ്പം ഇവിടെയാണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റെപ്പ് വരുന്നത്. അതായത് എന്താ പറയാ, ഏത് മോഡൽ നമ്മൾ ചൂസ് ചെയ്യും. അപ്പം നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഫ്രീ ഈ മോഡൽസ് എന്ന് പറഞ്ഞിട്ടുള്ള മെനു ക്ലിക്ക് ചെയ്യാം. ഇതിൽ നിങ്ങൾ ജസ്റ്റ് ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഫ്രീ ആയിട്ടുള്ള മോഡൽസ് കാണിക്കും. അപ്പം ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള NVIDIA നെമോട്രോൺ 3 അൾട്രാ മോഡൽ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ പിന്നെ ലൈറ്റർ ആയിട്ടുള്ള 3 സൂപ്പർ മോഡൽ ഉണ്ട്. അപ്പം ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു നെമോട്രോൺ 3 അൾട്രാ 550 ഈ ഒരു മോഡലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു മോഡൽ നെയിം ആവശ്യമുണ്ട്. ഇത് കൂടാതെ 2 ബാക്കപ്പ് മോഡൽ ഞാൻ വീഡിയോന്റെ എൻഡിൽ കാണിച്ചു തരാം. നമ്മൾ ആദ്യം എക്സാമ്പിൾ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഫ്രീ മോഡലാണ്. ഈ മോഡലും കൂടെ ചൂസ് ചെയ്ത് വെച്ചേക്കാം. അഡ്വാൻറ്റേജ് ജസ്റ്റ് ആണെന്ന് പറഞ്ഞുതരാം. ഇത് ഇപ്പൊ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ 550 ബില്യൺ ടോട്ടൽ പാരാമീറ്റേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല 1 മില്യൺ കോണ്ടാക്ട്സ് ടോക്കൺ വിൻഡോ ഉണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ക്ലോഡ് കോഡിന്റെ പോപ്പസ് 4.8 ഒക്കെ സെയിം ആണല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ HNDKന്റെ കേസിൽ നോക്കുവാണെങ്കിലും ഇത് എന്താ പറയുക ഒപ്റ്റിമൈസ്ഡ് ആണ്. ഈ ഒരു മാസം, അതായത് June 4, 2026 ഇത് റിലീസ് ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്കിത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കുന്നത്. നമ്മൾ എക്സ്ട്രാ എമൗണ്ട് ഒന്നും സ്പെൻഡ് ചെയ്യേണ്ടാത്തത്. പിന്നെ ഇത് എന്തൊക്കെ ടൈപ്പ് ടാസ്കിന് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ചോദിച്ചാൽ, കോംപ്ലക്സ് ആയിട്ടുള്ള കോഡിംഗ് ടാസ്കുകൾക്ക്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോങ് കോൺടാക്ട്സ് റീസണിങ് ചെയ്യുമ്പോൾ, മൾട്ടി സ്റ്റെപ്പ് പ്ലാനിങ് വേണ്ടി വരുന്ന ആക്ടിവിറ്റീസിന്, മൾട്ടിപ്പിൾ ഏജന്റ് ഓർക്കസ്ട്രേഷനൊക്കെ ഈ ഒരു ഇത് നിങ്ങൾക്ക് ഐഡിയൽ ആയിരിക്കും. പക്ഷെ ഫ്രീ മോഡലിന് ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിനൊരു റൊട്ടേഷൻ ഉണ്ട്. സോ നമുക്ക് ബാക്കപ്പ് വേണം. അത് നമുക്ക് പിന്നീട് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ മോഡലും ഈ ഒരു ഓപ്പൺ റൗട്ടറിൽ ഫസ്റ്റ് നിങ്ങൾ അക്കൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അക്കൗണ്ട് സെറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ API കീ ജനറേറ്റ് ചെയ്യുക, മോഡൽ ചൂസ് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ക്ലോഡ് കോഡ് എങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾ VS കോഡിൽ സെറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് VS കോഡാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഡെവലപ്പേഴ്സ് ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ അതായിരിക്കുമല്ലോ. ഇൻ കേസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയിട്ട് നിങ്ങൾ അത് നിങ്ങളുടെ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ക്ലോഡ് കോഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് Node.js ആവശ്യമുണ്ട്. അതും കൂടെ ഇൻസ്റ്റാൾ ചെയ്യാം. അതിൻ്റെ വീഡിയോ നമ്മൾ പ്രീവിയസ്ലി ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി. ഇതൊക്കെയാണ് ഇതിന്റെ പ്രീ റിക്വയർമെന്റ്സ്. ഇനി നമുക്ക് VS കോഡിൽ പോയിട്ട് ക്ലോഡ് കോഡ് സെറ്റ് ചെയ്യാം.
ഞാൻ എൻ്റെ വി എസ് കോഡ് ആക്സസ് ചെയ്തിട്ടുണ്ട്. ക്ലോഡ് ഫ്രീ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എൻ്റെ ടെർമിനൽ ത്രൂ ആണ് ക്ലോഡ് ആക്സസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കൂടാതെ ഇപ്പം വി എസ് കോഡിൽ തന്നെ ഈ ഒരു ക്ലോഡ് കോഡിൻ്റെ എക്സ്റ്റൻഷൻ ഉണ്ട്. എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ടെർമിനൽ ത്രൂ ആയതുകൊണ്ടാണ് ഞാനത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു എക്സ്റ്റൻഷനിലാണ് നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ളതെങ്കിൽ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോർമലി നമ്മൾ ക്ലോഡ് കോഡ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ക്ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടല്ലേ. അതിന് കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാനുണ്ട്. ഫസ്റ്റ് നമ്മൾ ആന്ത്രോപ്പിക്കിന്റെ ബേസ് യു ആറിൽ കൊടുക്കുക. അപ്പം നമ്മൾ ഓപ്പൺ റൗട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് അത് ഓപ്പൺ റൗട്ടർ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക, എൻവറോൺമെന്റ് വേരിയബിൾ. അടുത്തത് ആന്ത്രോപ്പിക്കിന്റെ ഒതന്റിക്കേഷൻ ടോക്കൺ കൊടുക്കുക. അത് നമ്മൾ എ പി കീ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് കൊടുക്കണം. നെക്സ്റ്റ് ഓപ്പൺ റൗട്ടറിന്റെ എ പി ഐ കീ സെയിം ഈ ഒരു എ പി ഐ കീ തന്നെ കൊടുക്കുക. ഫൈനലി നമ്മൾ ആന്ത്രോപ്പിക്കിന്റെ ഏത് മോഡലിലേക്കാണോ കണക്ട് ചെയ്യുന്നത് അത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ട് എൻവിഡിയന്റെ നെമോട്രോൺ 3 അൾട്രാ 550B മോഡൽ. അത് ഫ്രീ, ഈ ഒരു ഫ്രീ ടാഗും കൂടെ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയും മതി. അത് കഴിഞ്ഞ് ഫൈനലി നമ്മുടെ ആ ഒരു ക്ലോഡിന്റെ കീവേഡും കൂടെ കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ ഒരു കംപ്ലീറ്റ് കണക്ട് ചെയ്യുന്ന ഈ ഒരു സ്ട്രിങ് കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ടോക്കൺ റീപ്ലേ അവിടെ ഒരു ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ട്രസ്റ്റ് ദിസ് ഫോൾഡർ ആണോ ചോദിക്കുന്നുണ്ട്. നമ്മൾ നോർമലി ക്ലോഡിനെ ഇതാക്കുന്ന പോലെ ഹായ് എന്ന് പറഞ്ഞിട്ടൊന്ന് സെർച്ച് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മോഡൽ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ടുഡേ എന്ന് പറഞ്ഞിട്ട് മോഡൽ സക്സസ്ഫുള്ളി നമ്മൾ ആ ഫ്രീ മോഡലിലേക്ക് ക്ലോഡ് കോഡ് കണക്ട് ചെയ്തു. എക്സ്ട്രാ സബ്സ്ക്രിപ്ഷൻ ഒന്നും ഞാൻ ഇവിടെ എടുത്തിട്ടില്ലല്ലോ, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാമല്ലോ. ഈ ഒരു മോഡലിനെ ഒന്ന് റിയൽ ആയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 2-3 കോഡിംഗ് ടാസ്ക് ആട്ടോ ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ ഒരു സിമ്പിൾ പൈത്തൺ കോഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. ഒന്നുമില്ല, ഒരു നമ്മുടെ ഫിബോണാച്ചി സീരീസ് ഉണ്ടല്ലോ, നമ്മൾ പഠിക്കാൻ കോഡിംഗ് ഒക്കെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ഫിബോണാച്ചി നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പൈത്തൺ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ അതിൻ്റെ കമൻസും കൂടെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോംപ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു. എത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഫിബോണാച്ചി സീരീസ് ഒരു പൈത്തൺ കോഡ് ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു ഫയലായിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഒരു പ്രോംപ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർ എന്താ പറയുക, പ്രോപ്പറായിട്ട് ഒരു കമൻസ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾക്ക് നോർമലി കോഡിലേക്കൊന്നും ഞാൻ ഇൻഡെപ്ത് പോകുന്നില്ല, നമുക്കൊക്കെ അറിയാവുന്ന കോഡാണല്ലോ. ഒരു സാമ്പിൾ കാണിച്ചു തന്നാണ്. ഇതുപോലെ നിങ്ങൾക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ഒക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടു ഡു ലിസ്റ്റ് ജസ്റ്റ് ഒരു HTML-ഉം CSS-ഉം ജാവാസ്ക്രിപ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്യാം. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ അത്രയൊന്നും ലെങ്ത് കൂട്ടുന്നില്ല. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേറെ മോഡൽസ് കാണിച്ചു തരാമെന്ന്. അതും കൂടെ ഞാൻ ഓപ്പൺ റൗട്ടറിൽ വന്നിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത് നിങ്ങൾക്ക് രണ്ടാമത് എടുക്കാൻ പറ്റുന്ന മോഡലാണ് ഈ ഒരു പൂൾ സൈഡ് ലാഗോ എന്നുള്ളത്. നിങ്ങളൊരു കോഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മറ്റേതിനേക്കാളും യൂസ്ഫുൾ ആവുന്നത് ഈ ഒരു മോഡൽ തന്നെയായിരിക്കും. കാരണം ഇത് കോഡിങ്ങിന് ഒന്നും കൂടെ ഒപ്റ്റിമൈസ്ഡ് ആണ്. അതുപോലെ ഇപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫോക്കസ് ചെയ്ത് ബിൽഡ് ചെയ്തിരിക്കുന്നതാണ്. ചെറിയൊരു മറ്റേതുമായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺടാക്സ് വിൻഡോയുടെ സൈസ് കുറവാണ്. 262K ആണ് കോൺടാക്സ് വിൻഡോ വരുന്നത്. പക്ഷെ സ്റ്റിൽ ലാർജ് ആണല്ലേ, നമുക്ക് ഡെവലപ്പേഴ്സിന് അത്രയൊക്കെ മതി ഏകദേശം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വീക്ക്ലി യൂസേജിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 8 to 9 ബില്യൺ ടോക്കൺസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം മാത്രമല്ല, നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ SWE-ന്റെ ബെഞ്ച് മാർക്ക് ടെസ്റ്റിൽ എടുക്കുമ്പോൾ ഗ്ലോബലി പ്രോഗ്രാമിംഗിന്റെ ബേസിൽ റാങ്ക് ചെയ്തപ്പം ഈ ഒരു മോഡൽ 12th പ്ലേസിൽ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു കണക്ട് ചെയ്യുന്ന കമാൻഡില്ലേ, അവിടെ സെയിം API കീയിൽ തന്നെ ഈ ഒരു മോഡൽ മാറ്റിയിട്ട് നമ്മൾ നേരത്തെ നെമോട്രോൺ മോഡൽ മാറ്റി ഒരു പൂൾ സൈഡ് ലാഗ്ന മോഡൽ ലാഗ്ന മോഡൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ പ്രൊനൗൺസിയേഷനിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാറ്റണമെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാൻ മോഡൽ നെയിം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്തിട്ട് അത് ഇപ്പോൾ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കോഡിംഗ് ടാസ്ക് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മോഡലും ഈ പറഞ്ഞ പോലെ ഫ്രീ ആണ്, നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ.
ഇനി ഇതും കൂടാതെ ഒരു ബാക്കപ്പ് മോഡലും കൂടെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി എടുത്തു വെക്കാം. നേരത്തെ നോക്കിയ നെമോട്രോൺ മോഡലിന്റെ തന്നെ ഈ ഒരു 3 സൂപ്പർ ഫ്രീ മോഡൽ, അതായത് ഒന്നും കൂടെ ലൈറ്റർ മോഡലാണ്. മറ്റേ മോഡലിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ടാസ്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. എഗെയിൻ ഇവിടെ 120 ടോട്ടൽ ആക്റ്റീവ് ടോക്കൺസ് ഉണ്ട്. എഗെയിൻ 1 മില്യൺ കോൺടാക്ട്സ് വിൻഡോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെയിം അൾട്രാന്റെ പോലെ തന്നെ മൾട്ടി ടോക്കൺ പ്രൊഡിക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ 452 ബില്യൺ ടോക്കൺസ് വീക്ക്ലി യൂസേജ് ഒക്കെ വരുന്ന മോഡലാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സിമ്പിൾ ടാസ്കുകളൊക്കെ ഇത് യൂസ് ചെയ്തിട്ടാണെങ്കിലും പെർഫോം ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ എനിക്ക് ഫൈനലി പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഓപ്പൺ റൗട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് മസ്റ്റ് ആയിട്ടും പറഞ്ഞിരിക്കേണ്ടതാണ് ഈ ഒരു ഓപ്പൺ റൗട്ടറിന്റെ ഫ്രീ മോഡൽസിനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഈ ഒരു റൂള്. അതായത് ഫ്രീ മോഡൽസ് എപ്പോഴും റൊട്ടേഷൻ ബേസ്ഡ് ആണ് വരുന്നത്. അതായത് ഇപ്പം ഒരു മോഡല് കമ്പനിക്കാർ പുതിയതായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ റൗട്ടർ പോലുള്ള പ്ലാറ്റ്ഫോംസിൽ അവർ ഫ്രീ ആയിട്ട് അത് അവൈലബിൾ ആയിരിക്കും. ഒരു 3 months ഒക്കെ കഴിയുമ്പോൾ ഇത് മേ ബി ഈ ഒരു ഫ്രീ വേർഷനിൽ നിന്ന് അവർ പെയ്ഡ് വേർഷനിലേക്ക് മാറും. കാരണം ലോഞ്ചിങ് ഫേസിൽ ഇത് എല്ലാവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കും. വൺസ് ഇത് പോപ്പുലർ ആയി ഒത്തിരി യൂസേഴ്സ് ഒക്കെ വരുമ്പോൾ ഒരു പെയ്ഡ് ടയറിലേക്ക് ചേഞ്ച് ആവും. യൂഷ്വലി നമ്മൾ കാണുന്നതാണ്. സോ നമുക്ക് വരുന്ന പ്രശ്നം എന്താ, ന്യൂ മോഡൽസും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡൽസ് മേ ബി കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താ പെയ്ഡിലേക്ക് മാറും. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കിമി K2 മോഡൽ. കിമി K2 2.6 മോഡലിൽ K2.6 മോഡലില്ലേ, അത് ഈ നേരത്തെ നമ്മൾ മോട്ടോറിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കോഡിങ്ങിന് എഫിഷ്യന്റ് ആയിട്ട് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള മോഡലായിരുന്നു. സെപ്റ്റംബർ 2025 അവർ റിലീസ് ചെയ്തത്. ലാസ്റ്റ് ഇയർ ലാസ്റ്റ് എൻഡോട് കൂടിയിട്ട്. പക്ഷെ ഇപ്പൊ അത് റെസ്ട്രിക്ഷൻ വന്നു, പെയ്ഡിലേക്ക് അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എഗെയിൻ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അതിന്റെ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം, ക്ലോഡ് കോഡിന്റെ ഓപ്പസ് 4.8 ഈ ഒരു SW ടെസ്റ്റിന്റെ ഒക്കെ സ്കോർ മാച്ച് ചെയ്ത് വരുന്നത് അത്രയും ബെറ്റർ ആയിട്ടുള്ള മോഡലാണ്. യൂസേഴ്സ് കൂടിയപ്പം അവരതിന്റെ പെയ്ഡ് വേർഷനിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡൽസിനും ലേറ്റർ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ഇപ്പൊ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഉള്ള മോഡൽസ്, ഫ്രീ ആയിട്ടുള്ള മോഡൽസ് ഏതാന്ന് നോക്കുക. അതിൽ നിങ്ങൾ നെറ്റിലൊക്കെ നോക്കി അത്യാവശ്യം റിസർച്ച് ഒക്കെ ചെയ്തിട്ട് അത്യാവശ്യം കോൺടാക്ട്സ് വിൻഡോയും അതുപോലെ തന്നെ റീസണിങ് സ്കില്ലും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ബെറ്റർ മോഡലിനെ ചൂസ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമ്മളിപ്പോൾ കണ്ട ഈ ഒരു മോഡലിനെ ജസ്റ്റ് ഒന്ന് റാങ്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളൊരു സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു ഫ്രഷേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൈമറി ആയിട്ട് നിങ്ങൾക്ക് നെമോട്രോൺ 3 Ultra 550B യൂസ് ചെയ്യാം. ബാക്കപ്പ് മോഡലായിട്ട് നെമോട്രോന്റെ തന്നെ 3 സൂപ്പർ 120B എടുക്കാം കേട്ടോ. കാരണം ഒന്ന്, നമുക്ക് പേയ്മെന്റിന്റെ ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഫ്രഷേഴ്സ് ഒക്കെ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും. അങ്ങനത്തെ ഒക്കെ കേസിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇനി ഒന്നും കൂടി ഒരു ജൂനിയർ ഡെവലപ്പേഴ്സിന്റെ ഒക്കെ കേസിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഞാൻ ലാസ്റ്റ് കാണിച്ച ഒരു പോൾസൈഡ് ലാക്ന M.1 മോഡലില്ലേ, അത് കോഡിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള മോഡലായതുകൊണ്ട് അതായിരിക്കും. എഗെയിൻ ബാക്കപ്പിന് നിങ്ങൾക്ക് ഒരു നെമോട്രോൺ 3 Ultra എടുത്തു വെക്കാം, കോംപ്ലക്സ് ടാസ്ക് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം പ്രൊഫഷണൽ ക്വാളിറ്റി ഔട്ട്പുട്ട് ആണ് ഇത് രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നത്. അഗെയിൻ സബ്സ്ക്രിപ്ഷൻ ബേർഡൻ ഉണ്ടാവില്ല, സീറോ കോസ്റ്റ് ആണ് കേട്ടോ. പിന്നെ പേഴ്സണൽ പ്രൊജക്റ്റ് ഒക്കെയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മൂന്നും അത്യാവശ്യം നല്ല മോഡൽ തന്നെയാണ്. നിങ്ങളുടെ ടാസ്കിനനുസരിച്ച് മൾട്ടി മോഡൽ വർക്ക് ഫ്ലോ ഫോളോ ചെയ്യാം, മാറ്റി മാറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ്. അപ്പം ഇന്നത്തെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ പറയാം. അതുപോലെ തന്നെ നിങ്ങൾ ക്ലൗഡിന്റെ ഒരു പെയ്ഡ് വേർഷൻ ആണോ യൂസ് ചെയ്യുന്നതും കൂടി ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറയാം കേട്ടോ. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.